വെൽക്കം ടു ജോസ്മി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. കാരണം ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവാണ്. മൈ ഫസ്റ്റ് ഫ്ലൈറ്റ്. എന്താ പറയുക, ഐ എം സോ എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ ഓർത്തു അത് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചൊരു വ്ളോഗ് ആക്കാമെന്ന്. ചെറുപ്പം മുതൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും ഫ്ലൈറ്റിൽ കയറണം എന്നൊക്കെ അല്ലേ. അപ്പം ഞാനും അതുപോലെ കുറേ ആഗ്രഹിച്ചു. ലാസ്റ്റ് ഈ ഇയർ തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കൊരു അവസരം കിട്ടി. അപ്പം അതിന് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്തു നിന്നാണ്. എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ ഏറ്റവും ഇളയ സിസ്റ്ററിൻ്റെ വീട് വടുതലയിലാണ്. അപ്പം ഞാൻ തലേന്ന് തന്നെ കോട്ടയത്തു നിന്ന് എറണാകുളത്തു നിന്ന് സ്റ്റേ ചെയ്തു. റോഡ് കയറിയപ്പം തൊട്ട് എനിക്ക് എവിടുന്നോ ഇല്ലാത്ത ടെൻഷനായിരുന്നു. ഞാനത് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് എൻ്റെ ആൻറ്റിയുടെ അടുത്ത്, എൻ്റെ ആൻറ്റിയുടെ പേര് മാർഗ്രേറ്റ് എന്നാണ്. നമ്മൾ ആൻറ്റീനെ അമ്പിളി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. പിന്നെ ആൻറ്റിയും ആൻറ്റിയുടെ 2 മക്കള് ആർനെറ്റും ഉണ്ടായിരുന്നു, മേരിക്കുഞ്ഞും. അതുപോലെ തന്നെ അവരുടെ ഫസ്റ്റ് കസിൻ ബ്രയനും ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇതിനു മുന്നേ ഒക്കെ വന്നിട്ടുണ്ട് എയർപോർട്ടിൽ, പക്ഷെ എൻ്റെ സ്വന്തം ആവശ്യത്തിന് കൊണ്ട് പോകുന്നോണ്ടാണോ എന്നറിയത്തില്ല, എവിടുന്നോ ഇല്ലാത്ത ഒരു ടെൻഷൻ. അവിടെ ചെന്ന് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. കാരണം ഫസ്റ്റ് ഇതായതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റും ഭയങ്കര ആൻസൈറ്റി ഒക്കെ ആയിട്ട്. അതുമാത്രമല്ല, അവിടെ വീഡിയോസ് എടുക്കാൻ അലൗഡ് ആണോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല. പിന്നെ സെക്യൂരിറ്റി ചെക്കിൻ ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഗേറ്റിൻ്റെ അവിടെ പോയിരുന്നു. ഭയങ്കര നേരത്തെയായിരുന്നു ഞാൻ ചെന്നത്. അതുകൊണ്ട് തന്നെ ഒരു കോഫി മേടിച്ച് കുടിച്ചു. അതിനെപ്പറ്റിയൊന്നും പറയണ്ട, എയർപോർട്ട് കോഫി ആണല്ലോ, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പിന്നെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് കുടിച്ചു. നല്ലതായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലൈറ്റ് ഒന്ന് ബോർഡ് ചെയ്യാൻ ടൈമായെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് ഞാൻ പോകുന്നത്. ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, ഭയങ്കര അഭിമാനവും ഭയങ്കര ആൻസൈറ്റിയും എന്താ പറയുക എക്സൈറ്റ്മെൻ്റ് ഒക്കെ അതിൻ്റെ ഒരു പീക്കിലായിരുന്നു. കാരണം ഇതൊക്കെ വേറെ വ്ളോഗിലും വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഇത് സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇമോഷണലൊക്കെ ആയി പെട്ടെന്ന്. ഞാൻ ഫ്ലൈറ്റിൽ കയറി. എനിക്ക് വിൻഡോ സീറ്റാണ് കിട്ടിയത്. ചെറുതായിട്ട് മഴത്തുള്ളിലൊക്കെ ഉണ്ട്, നല്ല രസമല്ലേ, ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ കുറേ. അങ്ങനെ ഞാൻ കയറി. ഞാൻ ഇരുന്നു. ഫ്ലൈറ്റ് എടുക്കുന്നത് വരെ അതിൽ എൻ്റെ അപ്പുറത്തൊന്നും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അവർ ലാസ്റ്റ് മിനിറ്റിലാണ്. അവർ ഒരു ഫാമിലി ആയിരുന്നു. അവർ ആ ഒരു റോ മൊത്തം ഒരു ഫാമിലി ആയിരുന്നു. അവർ ലാസ്റ്റ് ടൈമാണ് വന്നത്. അപ്പോൾ അതും ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇതെന്താ ആരും എൻ്റെ അപ്പുറത്തൊന്നും ഇല്ലാത്ത എന്നൊരിതായിരുന്നു. പിന്നെ അവരെല്ലാം വന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൂവ് ചെയ്യാണ് ടേക്ക് ഓഫിന് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ പോകുമ്പോഴത്തേക്കും നല്ല മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ലെയറിൽ ട്രാവൽ ചെയ്യുമ്പോഴാണെന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് ഒരുവിധം നമുക്ക് നല്ല വ്യൂ കിട്ടുന്നത് ഈ ഒരു ഭാഗത്താണ്. പിന്നെ അങ്ങനെ കയറി പോകുന്നതനുസരിച്ച് വ്യൂ ഒക്കെ കുറയും, ബട്ട് സ്റ്റിൽ നല്ലതായിരിക്കും. ഞാൻ ഫ്ലൈറ്റിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് കഴിച്ചു തീരുന്നതിന് മുന്നേ അവിടെ ചെന്നു. പിന്നെ ഫ്ലൈറ്റിലൊരു എക്സ്പീരിയൻസ് പറയാനാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ടേക്ക് ഓഫിൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. ഞാൻ ഇപ്പം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞ് കുറേ നേരം ക്യാമറ ഓൺ ചെയ്ത് വെച്ചു. പക്ഷെ അത് റൺവേ കൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സ്പീഡ് കൂട്ടി അത് ടേക്ക് ഓഫ് ചെയ്യായിരുന്നു. ആ സമയത്ത് ഒരു കുഞ്ഞു പേടിയൊക്കെ വന്നു, ബട്ട് മാനേജബിൾ ആയിരുന്നു. സോ ഗൈസ്,
നമ്മളിപ്പോൾ ഉള്ളത് കിംപഗോഡ ഇന്റർനാഷണൽ എയർപോർട്ട് ബാംഗ്ലൂരിലാണ്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് നമ്മൾ ബാംഗ്ലൂരിൽ കാലുകുത്തി. ഇനി ഞാൻ ആക്ച്വലി എക്സിറ്റ് കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. പിന്നെ എയർപോർട്ടിനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടു ഗുഡ് ആണ്. കാരണം അവിടുത്തെ ലൈറ്റിംഗ് ആയിക്കോട്ടെ, ഇന്റീരിയർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവിടെ കുറേ ഇൻഡോർ പ്ലാന്റ്സ്, ഭയങ്കര ലൈവ്ലി ഫീലാണ് അവിടെ. ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് മൊത്തവും രണ്ട് സൈഡിൽ നല്ല വ്യൂ ഒക്കെയാണ്. ഇതൊരു ഇന്റർനാഷണൽ എയർപോർട്ട് ആയതിൻ്റെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഭയങ്കര അടിപൊളിയായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ടു ഗുഡ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിന് വെളിയിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നേരെ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ക്യാബ് ഇപ്പം വരും. ക്യാബിൽ കയറുക, റൂമിൽ പോവുക. അങ്ങനെ നമ്മുടെ ഡേ 1 ഇവിടെ എൻഡ് ചെയ്യാണ്. പ്രത്യേകിച്ച് ഇനി ഇവിടെ ഒന്നും ഇല്ല. ഇനി നമ്മൾ ഡേ 2 സെക്കൻഡ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ടൊരു കാര്യമുണ്ട്. അത് കൂടാണ്ട് ഞാനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ളതൊക്കെ നമുക്ക് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ മൊമെന്റിൽ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, എന്നെ കണക്ക് നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ, സമയമാവട്ടെ എന്നൊന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ കയറി അങ്ങ് ചെയ്തേക്കുക. കാരണം ഡോണ്ട് വെയിറ്റ് ഫോർ ദ റൈറ്റ് ടൈം. അത് നമ്മൾ വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ എവിടെ തുടങ്ങുന്നു അതാണ് റൈറ്റ് ടൈം. ഓക്കെ, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. നമ്മുടെ ഡേ 2 ഇൻ ബാംഗ്ലൂർ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഡേ 1 ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഡേ 2 വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.